അങ്ങനത്തെ പരിപാടി. എന്നതാ സിറ്റി കൊണ്ടുപോയി കിട്ടുന്നത്. എന്നൊരു ബലേനുണ്ട്. പിന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ DRLും കാര്യങ്ങളും കാശും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ DRL നമുക്ക് യെല്ലോ കളർ ആക്കാണ്ട് ഇത് നമ്മൾ യൂണിവേഴ്സൽ ഏഞ്ചൽ ഫോഗ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മളെല്ലാം ഓൾറെഡി കസ്റ്റമർ വന്നപ്പോഴത്തേനുള്ള ലൈറ്റ്സ് ആണ്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മളിതിൻ്റെ ഫോഗിൻ്റെ DRL ഉണ്ടല്ലേ, ഈ DRL നമുക്ക് എന്ത് ചെയ്യണം, യെല്ലോ ഷെയ്ഡ് ആക്കണം കേട്ടോ. പിന്നെ സിവിക്ക് കേട്ടോ, സിവിക്ക് അന്ന് നമ്മൾ പിന്നെ വീല് പഞ്ചറായിരുന്നല്ലോ. വീല് പഞ്ചറായ സമയത്ത് നമുക്ക് ഈ സ്റ്റോക്ക് വീൽ ഒരിക്കലും ബ്രംബോ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് രണ്ടാമത് റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ബ്രംബോ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം അതിൻ്റെ വീഡിയോ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ബൊലേനോ നമുക്ക് മലപ്പുറത്ത് വന്നൊരു വണ്ടിയാണ് കേട്ടോ. നല്ലൊരു കിടിലൻ വണ്ടിയാണ്. ഓക്കെ, നല്ല ലുക്കുണ്ട്. പഴയ മോഡലാണ്, കുറച്ച് മുമ്പത്തെ മോഡലാണ്. പക്ഷെ എന്നാലും വണ്ടി ഓൾറെഡി ലുക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്പോയിലർ ചെയ്യണം. ഓക്കെ, ഒരു വണ്ടിൻ്റെ ഫ്രണ്ട് ലുക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതാ സ്പോയിലർ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫിക്സിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നടക്കാൻ പറഞ്ഞു കൊടുത്താൽ കേട്ടോ. കേരള അപ്പുറം കൂടെ പോകണം, അപ്പുറം കൂടെ പോകണം. അപ്പോൾ അവർ പോയി. വണ്ടി നമുക്ക് മലപ്പുറത്ത് നിന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ. മലപ്പുറം ഭാഗത്തുനിന്ന് വണ്ടി രസമായില്ലേ. ഓക്കെ, സ്വിക്കിൻ്റെ അണ്ടർ ബോഡിലിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതേപോലെ നമ്മുടെ സ്വിഫ്റ്റും ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇതിൻ്റെ വാഷിംഗ് ഉണ്ടാവും. ഇത് വാഷിംഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെലിവറി ഇന്ന് ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നമ്മളൊരു സ്പ്ലിറ്റേഴ്സ് കണ്ടോ, ഒരു യൂണിവേഴ്സൽ സ്പ്ലിറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ബ്ലാക്ക് ഔട്ട്, കാരണം ഇതെന്തായാലും കുറച്ച് വീഡിയോ ഒക്കെ പുറത്തിറക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും സെപ്പറേറ്റ് നമ്മൾ ചെയ്യും എന്നാലും. അപ്പോൾ നമ്പർ പ്ലേറ്റ്സും കൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്ക് ഏകദേശം നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ലെവലിൽ നോക്കുമ്പോൾ റിവീലാണ്. അപ്പോൾ വാഷ് ചെയ്യണം വണ്ടി ഒന്ന് മൊത്തം മൊത്തം പൊടി പിടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അടുത്ത വാഷിംഗ് ആണെന്ന് വാഷ് ചെയ്ത് സെറ്റാക്കാം നമുക്ക്. ഓക്കെ, ഫ്രണ്ടിലൊക്കെ ഉണ്ടോ. അപ്പോൾ വണ്ടി വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി ഇതിൻ്റെ ഡെലിവറിയാണ്. വണ്ടി ഏകദേശം കണ്ടോ, വണ്ടി ലുക്ക് കണ്ടോ, ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കംപ്ലീറ്റ് ഒരു ബ്ലാക്കിലേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു മാറ്റ് വരുന്ന കംപ്ലീറ്റ് വണ്ടി തന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു ഫുള്ളി ബ്ലാക്ക് തീമാണ് വണ്ടി. അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കൂടി വണ്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ടതില്ല, ഒരു കിടക്കൻ ലുക്കായിരിക്കും കേട്ടോ. ബാക്ക് പോർഷൻ കണ്ടോ, ബാക്ക് പോർഷനിൽ സ്പോയിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് അതൊക്കെ ഒന്ന് എന്താ പറയുക റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനൽ നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈലാമ്പ് ഒരു അപാര ലുക്കാണ്. ടൈലാമ്പ് നല്ല അത്യാവശ്യം നല്ല ലുക്കുള്ള ടൈലാമ്പ്സ് യൂണിറ്റാണ് ഈ വണ്ടിയിലുള്ളത്. വേറെ പിന്നെന്താ നമ്മൾ ഒരു സ്പ്ലിറ്റേഴ്സ് ഉണ്ടോ, ഒരു സ്പ്ലിറ്റേഴ്സ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ന്യൂ അപ്ഡേഷൻ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിവീലാണ് കേട്ടോ. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി റിവീൽ ചെയ്യും. റിലീസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അണ്ടർ ബോഡി ലൈറ്റ് കേട്ടോ. ഇത് നമുക്ക് ടൈൽ ലൈറ്റാണ്. ഇപ്പോൾ നമുക്ക് ആ റിഫ്ലക്ഷൻ കണ്ടോ, ആ റിഫ്ലക്ഷൻ കിട്ടുന്നത് നമുക്ക് ഒരുപാട് കളറും ഒരുപാട് മോഡൽസ് ഉണ്ടോ. ഇത് രാത്രിയാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ, അപ്പോഴല്ല. ഇപ്പോൾ നമുക്ക് ഈ ടൈൽസ് അതിനെ കൊണ്ട് തന്നെ, കാരണം നമുക്ക് ആ മുകളിലത്തെ റിഫ്ലക്ഷൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇത് ഈ റിഫ്ലക്ഷൻ ഇല്ലാതെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിട്ട് തോന്നും.
പിന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ലൈറ്റ് കൂട്ടാനും കുറക്കാനും അതുപോലെ ഒട്ടനവധി മോഡ്സ് നമുക്ക് ഇതിലുണ്ട് കേട്ടോ. ഒരുപാട് മോഡ്സ് നമ്മൾ ആ വോയിസിനനുസരിച്ച് വർക്ക് ചെയ്യും. ഇതാണ് ഇത് കുഞ്ഞ റിമോട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്പീഡ് ഇങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റും, ഓണാക്കാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു, ഇത് നമ്മൾ വീണ്ടും അത് ഓൺ ചെയ്തു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ടൈലിൽ നിർത്തിയിട്ടാണ് കേട്ടോ വലിയൊരു ലുക്കായിട്ട് നിങ്ങൾക്ക് തോന്നാത്ത. പക്ഷേ ഇത് വണ്ടി നമുക്ക് റോട്ടിൽ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തോന്നും. ഇപ്പോൾ പുറകിലൊക്കെ ഉണ്ട്. പക്ഷേ എന്താ സംഭവം ഞാൻ നോക്കട്ടെ. പറ്റുവാണെങ്കിൽ നൈറ്റിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇതിൻ്റെ അകത്ത് ആഡാക്കാം, പറ്റുവാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. വാഷിങ്ങും ബാക്കി കാര്യങ്ങളാണ് ഈ വണ്ടിക്കുള്ളത് കേട്ടോ. അതാ കസ്റ്റമർ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ 5-6 പേരുടെ കസ്റ്റമർ അവരുടെ ഫ്രണ്ട്സുമാണ് വന്നിട്ടുള്ളത്. വണ്ടി വളരെ മുക്കം ഭാഗത്ത് നിന്നാട്ടോ. അപ്പോൾ കുറച്ചധികം ഓടാനുണ്ട്. നമ്മൾ ഷോപ്പിലേക്ക് കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ റിവ്യൂയിലേക്കാണ് കേട്ടോ. ഒരു പോയി അപ്പോൾ ഇതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവർ പോവാണ്. വണ്ടി അത്യാവശ്യം ലുക്കായിട്ടുണ്ട് കേട്ടോ. കാരണം ഫുള്ളി ബ്ലാക്ക് വന്നപ്പോൾ തന്നെ വണ്ടി ലുക്കാകെ മാറി. പിന്നെ ആ DRL നമ്മളൊരു യെല്ലോയിഷ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയൊരു മാറ്റമൊന്നും നമ്മൾ ചെയ്തില്ല. മെയിൻലി നോക്കുമ്പോൾ നമ്മളൊരു ഫുൾ ബ്ലാക്ക് തീമാണ്. കാരണം വണ്ടി ബ്ലാക്ക് ആയതിനെ കൊണ്ട് ഞാൻ ഫുൾ ബ്ലാക്ക് തീമിലേക്കാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു വിടാം. ഇവിടെ കിട്ടുമോ? അപ്പോൾ നമ്മൾ ആ വണ്ടിയും ഡെലിവറി കഴിഞ്ഞു. ഒരു പോവാണ്. ഏകദേശം നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാണ്. സമയം ഏകദേശം 6:30 മണിയായി. അപ്പോൾ എന്താക്കാം, ഇനിയും മറ്റൊരു വീണ്ടും കാണുന്നവരെ ബൈ ഓൾ.